ഒപ്പിടേണ്ട സ്ഥലങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം വക്കീലൊന്ന് വായിക്കേ. അതെന്താ, സച്ചിക്കന് വിശ്വാസം ഇല്ലേ? വിശ്വാസമില്ലാത്തോണ്ടല്ല, എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഈ കേസിലെ ഒന്നാം കക്ഷിയായ സച്ചിയുടെ ഭാര്യ അർച്ചനയെ പ്രതിയായ അഡ്വക്കേറ്റ് ഗോകുൽരാജ് കഴിഞ്ഞ 10 വർഷമായി അന്യായമായി തടങ്കലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഒരപകടത്തെ തുടർന്ന് ഓർമ്മയില്ലാതായി പോയ അർച്ചനയെ നിയമത്തിന് മുന്നിൽ ഏൽപ്പിക്കാനോ പഴയ ബന്ധുക്കളെ തിരിച്ചേൽപ്പിക്കാനോ പ്രതിയായ അഡ്വക്കേറ്റ് ഗോകുൽരാജ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പ്രതി ഒരു ഗവൺമെന്റ് പ്ലീഡർ കൂടിയാണ് എന്നുള്ളത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഈ പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകുവാനും എന്റെ ഭാര്യയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു നൽകുവാനും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്താ, ഇത്രയും മതിയോ? ഇത് ധാരാളം മതി. പക്ഷേ എനിക്കൊരു സംശയം. എന്ത് സംശയം? അല്ല, ഇത്രയും നാളെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടും അയാൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കാൻ വരട്ടെ, കുറച്ചുകൂടെ കാത്തിരിക്കുമെന്നൊക്കെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇപ്പോ എന്നോട് പോലും ചോദിക്കാതെ ഈ കേസ് ഫയൽ ചെയ്യാൻ എന്താ കാര്യം? അത് ന്യായം പോലും നടക്കണമല്ലോ. നീതി ഒരാൾക്ക് മാത്രമുള്ളതല്ലല്ലോ, എല്ലാവർക്കും അത് കിട്ടാൻ അവകാശമില്ലേ? ഇപ്പോഴാണോ വക്കീലിന് ആ ബോധം ഉണ്ടായത്? അതോ ഗുരുവിനെതിരെ കേസ് കൊടുക്കുന്നതിനുള്ള കുറ്റബോധമൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞോ? ഓർമ്മ തിരിച്ചു കിട്ടിയ അർച്ചനെ വിട്ടുതരാന്ന് ഗൂഗിൾ സാർ തന്നെ നമ്മളോട് വാക്ക് പറഞ്ഞല്ലേ? താനെന്താ പറഞ്ഞേ? അർച്ചനയ്ക്ക് ഓർമ്മ വന്നോ? വക്കീലിനോട് ആരത് പറഞ്ഞേ? അല്ല, അങ്ങനെയല്ല സച്ചി ഞാൻ ഉദ്ദേശിച്ചേ. വക്കീൽ എന്നോട് ഒളിച്ചു കളിക്കരുത്. സത്യം പറ, അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോ? എന്റെ പൊന്ന് സച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗൂഗിൾ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്കിനി എത്ര നാൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? അതാ ഞാൻ പറയാൻ വന്ന്. ഓ, അതായിരുന്നോ? എന്തായാലും ഞാനിനി അങ്ങനെ കാത്തിരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വക്കീല് കേസ് ഫയൽ ചെയ്തോ? ഇനി കോടതി തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. അതന്നെ ഞാനും ഉദ്ദേശിച്ചേ. അർച്ചനയ്ക്ക് ഇന്ന് ഓർമ്മ കിട്ടും, നാളെ ഓർമ്മ കിട്ടുമെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സച്ചിയുടെ ജീവിതം മുഴുവൻ ചിലപ്പോ അർച്ചനയ്ക്ക് വേണ്ടി കാത്തിരുന്ന് അവസാനിച്ചാലോ? ഈ ജന്മത്ത് അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സച്ചി? മരണം വരെ സച്ചിക്ക് കാത്തിരിക്കാൻ പറ്റുമോ? ഇല്ല, ഇനി എനിക്ക് അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. വക്കീലിന്റെ തീരുമാനം തന്നെ ശരി. ഈശ്വര, ഗൂഗിൾ സാറിനോട് പൊറുക്കട്ടെ. സച്ചി ഇവിടെ ഒരു ഒപ്പിട്. പേന. ദാ.